പാർട്ടിയിൽ സമ്പൂർണ്ണമായ ഐക്യവും യോജിപ്പും ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട ഒരു ദൗത്യമാണ് ഇന്നുള്ളത്. ജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. പാർട്ടിക്കകത്ത് ഉള്ള കാര്യങ്ങൾ പാർട്ടിക്കകത്ത് പറയുകയും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കേണ്ടത്. അത് നേതൃത്വം അതിന് മുൻകൈ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നാണ്. അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം, എല്ലാവരും യോജിച്ചു പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20 സീറ്റും UDF ജയിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു വലിയ വിജയം കേരളത്തിലെ കോൺഗ്രസ്സിന് UDFന് നേടാൻ കഴിയണമെങ്കിൽ പാർട്ടിയിൽ യോജിപ്പും ഐക്യവും അനിവാര്യമാണ്. ആ യോജിപ്പും ഐക്യവും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. ഇപ്പോഴെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണ്. അപ്പോൾ അതനുസരിച്ച് ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്ല, കൂട്ടായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അതുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണ്ടേ? ഈ തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളാണ് രണ്ടുപേരും, അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കളൊക്കെ. അപ്പം ഈ തുടർച്ചയായിട്ടുള്ള പരസ്യ പ്രസ്താവന പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് AICC ജനറൽ സെക്രട്ടറി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കി എല്ലാവരും ഒരുമിച്ച് പോകണം. സുധീറിനെ പോലെയുള്ള നേതാക്കന്മാർക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് അവരുമായി ചർച്ച ചെയ്ത് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഏതായാലും ഇങ്ങനെ ചില പ്രശ്നം വന്ന സാഹചര്യത്തിൽ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അല്ല, ഏതായാലും ഇങ്ങനൊരു സാഹചര്യം വന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും കൂടി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് അഭിപ്രായം. കോൺഗ്രസ്സിന് തലവേദന ഉണ്ടാക്കാൻ ചില ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ളൊരു തലവേദനയൊന്നും കോൺഗ്രസ്സിനില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് ഇൻവിറ്റേഷൻ ആരും കൊടുത്തിട്ടില്ല. കൊടുത്തത് ശ്രീമതി സോണിയാഗാന്ധിക്കും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെക്കുമാണ് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുള്ളത്. അവരതെന്ത് വേണമെന്ന് 23-ാം തീയതി വരെ സമയമുണ്ട്. അതെന്ത് വേണമെന്നുള്ള ആലോചിച്ച് തീരുമാനിക്കും. അതിനു മുമ്പ് നമ്മളിവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. കൃത്യമായ നിലപാട് AICCക്ക് ഉണ്ടാകും. അത് പറയേണ്ട സമയത്ത് AICC പ്രഖ്യാപിക്കുകയും ചെയ്യും. അത് നമ്മൾ ഈ കേരളത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദേശീയ തലത്തിൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് സോണിയാഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സമയത്ത് ആ തീരുമാനം എടുക്കും. അതുകൊണ്ടാണ് AICC പ്രത്യേകം പരസ്യ പ്രസ്താവനകൾ വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇത്തരം വിഷയങ്ങളിൽ ഓരോ വ്യക്തികളല്ല അഭിപ്രായം പറയേണ്ടത്, പാർട്ടിയാണ്. കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും കോൺഗ്രസ് പ്രസിഡന്റും കിട്ടിയ കത്തിനെ സംബന്ധിച്ച് അവരാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അത് പാർട്ടി വൈകാതെ ഒരു തീരുമാനം എടുക്കും. 23 വരെ സമയമുണ്ട്. അതിനു മുമ്പ് നമ്മളെല്ലാവരും അഭിപ്രായങ്ങൾ പറയരുത് എന്ന് AICC പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായം എന്താ ഈ വിഷയത്തിൽ? കാരണം ഇത് എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടി എടുക്കുന്ന അഭിപ്രായമാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പം അതുകൊണ്ടല്ല, പാർട്ടി എടുക്കേണ്ട സമയത്ത് യുക്തമായ തീരുമാനം പാർട്ടി എടുക്കും. എൻ്റെ അഭിപ്രായം എൻ്റെ പാർട്ടി എടുക്കുന്ന തീരുമാനമാണ്. അതോടൊപ്പം തന്നെ ഈ ഇന്നിപ്പം കഴിഞ്ഞ ദിവസം മുടങ്ങിപ്പോയ നവകേരള സദസ്സ് വീണ്ടും തുടങ്ങുകയാണ്. ഈ 4 ദിവസം എറണാകുളത്താണ് നവകേരള സദസ്സ്. ഇത്രയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര്. കഴിഞ്ഞ സത്യപ്രതിജ്ഞയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം, മുഖത്തോട് മുഖം കണ്ടിട്ട് രണ്ടുപേരും നോക്കാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം വീണ്ടും നവകേരള സദസ്സ് നടക്കുകയാണ്. എന്താണ്, എങ്ങനെയാണ് ഈ നവകേരള സദസ്സ് കൊണ്ട് ഒരു പ്രയോജനവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല, കേരളത്തിനും ഉണ്ടായിട്ടില്ല. ഇത് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് വേണ്ടി സർക്കാർ ചെലവിൽ നടത്തിയൊരു മാമാങ്കമാണ്. അതുകൊണ്ട് ഇനി 4 ദിവസം കൂടെ നടത്തിയാലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 10-16 ലക്ഷം പരാതികൾ കിട്ടി. ആ പരാതികളിലൊന്നും പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. ഈ പരാതികളൊക്കെ താഴോട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യത്തിലും പരിഹാരം ഉണ്ടായിട്ടില്ല. ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു നാടിനും ജനങ്ങൾക്കും ഈ സദസ്സ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ല, പ്രതിപക്ഷം വിട്ടുനിന്ന് എത്ര നന്നായി. ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായേനെ. അദ്ദേഹം പോയ ശൈലജ ടീച്ചറെ ആക്ഷേപിച്ചു, തോമസ് ചാഴിക്കാടിനെ അപമാനിച്ചു, പോയ MP-മാരെയും MLA-മാരെയും ഒക്കെ മുഖ്യമന്ത്രി തന്നെ ആക്ഷേപിക്കുകയല്ലേ. അപ്പം ഞങ്ങളെ അങ്ങനെ ആക്ഷേപിച്ചിരുന്നേ ഞങ്ങൾ തിരിച്ചടിച്ചേനെയും. അപ്പോൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയേനെയും. വിട്ടുനിന്ന് എത്രയും നന്നായെന്നാണ് എൻ്റെ അഭിപ്രായം.
മന്ത്രിക്കെതിരെ ബോംബ് ഭീഷണിയൊക്കെ ഉണ്ട് കൊച്ചിയിലെത്തുമ്പോൾ. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. ഈ സമയത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഈ കോൺഗ്രസ് അതിനുവേണ്ടി സജ്ജരാകുന്നതിന് പകരം ഇത്തരം ആഭ്യന്തര തർക്കങ്ങളിലേക്കൊക്കെ പോകുന്നത് മുന്നണിയെ തന്നെ അത് ഒരു പ്രതിസന്ധിയിലാക്കി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സിൽ സമ്പൂർണ്ണമായ ഐക്യവും യോജിപ്പും വേണമെന്നുള്ള. എനിക്ക് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഞാൻ പറയാറുണ്ടോ? അപ്പോൾ അതെല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കി പാർട്ടിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകണം. ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനും എതിരായിട്ടുള്ള ജനവികാരം വളരെ ശക്തമാണ്. ആ ശക്തമായ നിൽക്കുന്ന ജനവികാരത്തെ യോജിപ്പിച്ച് അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. പിന്നെ മുതിർന്ന നേതാവായ VM സുധീരന് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യണം. ഇതാണ് എൻ്റെ അഭിപ്രായം. ഈ പാർട്ടി വേദിയിലാണല്ലോ അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. അത് ജനാധിപത്യ രീതിയാണ് പാർട്ടി സംഘടനയ്ക്കുള്ളത്. അതിനെ ആ രീതിയിലല്ല പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിനെ കൈകാര്യം ചെയ്തത്. അല്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതാണ് എൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്. എല്ലാവരും ഒറ്റക്കെട്ടായി പോകണം, പാർട്ടി ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജയ്ഹിന്ദ് ചാനലിന് CBI നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് അവർ മറുപടി കൊടുത്തോളൂ. അതുപോലെ ഈ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരൊക്കെ ഈ BJP പരിപാടികളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനെതിരെ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്താണ്? അതൊപ്പം സജി ചെറിയാൻ അതിനെതിരെ രൂക്ഷമായ ഇപ്പം ആരെങ്കിലും ഒരാൾ ക്ഷണിച്ചിട്ടൊരു പരിപാടി പോകുന്നതുകൊണ്ടൊന്നും ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മണിപ്പൂർ സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. മണിപ്പൂരിൽ എത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്? എത്രയോ ക്രൈസ്തവ സഹോദരന്മാർക്ക് അപകടമുണ്ടായി. ഇന്ത്യയിലൊട്ടാകെ ക്രൈസ്തവ സമൂഹത്തിനെതിരായി എത്ര വലിയ വെല്ലുവിളിയാണ് BJP ഉയർത്തുന്നത്. മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അധികാരമേറ്റെടുത്ത പിറ്റേ ദിവസം ക്രിസ്മസ് കരോൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആളുകളെ ക്രിസ്മസിന് ആഘോഷ പരിപാടിക്ക് വിളിച്ചാൽ അവരുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. അവർ മതേതര നിലപാടുകൾ ക്രൈസ്തവ സമൂഹം എന്നും പുലർത്തിയിട്ടുണ്ട്, അത് നാളെയും പുലർത്തും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചു. നമുക്ക് റിയാസിലേക്ക് തിരിച്ചു വരാം. റിയാസ്, അതിജീവിതയ്ക്ക് ഒപ്പം നിന്നതിനാണ് ഇപ്പോൾ നടപടി